സീരിയലിൽ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് മണികണ്ഠനായിരുന്നു മോഹന സീരിയലിൽ. അപ്പോൾ അതൊരു കോയിൻസിഡൻ്റായി കാണുന്നു. പിന്നെ പറഞ്ഞൊരു ഭാഗ്യമാണ്. ഇപ്പോൾ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരും വലിയ സന്തോഷം പറയുന്നു, ഇഷ്ടം പറയുന്നു, സിനിമ നന്നായിട്ടെന്ന് പറയുമ്പോൾ ഭയങ്കര അഭിമാനം, സന്തോഷം, കണ്ണുകൾ നിറഞ്ഞു. ഈ പറഞ്ഞ പോലെ എൻ്റെ നമ്മളിങ്ങനെ വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് എന്നെക്കാളുപരി ഞാൻ വളരെ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ മതി ചിന്തിക്കുന്ന ആളാണ്. പക്ഷേ എൻ്റെ കൂടെ ഉള്ളവർ, എൻ്റെ ഫാമിലി ആണെങ്കിലും എൻ്റെ കൂട്ടുകാരാണെങ്കിലും എൻ്റെ നാട്ടുകാരാണെങ്കിലും എൻ്റെ സൗഹൃദങ്ങളാണെങ്കിലും ഒക്കെ അനീഷ് ഇങ്ങനെ പോരാ, പക്ഷെ ഇനിയും വരണമെന്ന് പറയുന്നവരുണ്ട്. അവർക്ക് മുന്നിൽ കൊടുക്കാൻ എനിക്കൊരു ചെറിയ ഗിഫ്റ്റാണ് എൻ്റെ ശ്രീ അയ്യപ്പൻ. കുഴപ്പമില്ലടാ, ഞാൻ ഇത്രയൊക്കെ എത്തിയടാ എന്ന് പറയാൻ പറ്റുന്ന ഒരു സാധനത്തിലേക്ക് എത്താൻ പറ്റിയത് ഏറ്റവും വലിയ ഭാഗ്യം, സന്തോഷം. ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ ചെറുപ്പം തൊട്ടേ കണ്ടു വളരുന്ന ഒരു കുടുംബ പ്രേക്ഷകരുടെ ഒരു സിനിമാ താരം എന്ന നിലയിൽ ഈ ഒരു സിനിമ ഇതിപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഇതാണ്, എല്ലാവർക്കും. അതെ, അപ്പം അതിനെയൊക്കെ കുറിച്ച് പറയുന്നത് അത് വലിയ സന്തോഷമാണ്. കാരണം നമ്മളെപ്പോഴും എന്താ പറയുന്നത്, ഈ നമ്മുടെ സിനിമയുടെ പേര് ശ്രീ അയ്യപ്പനാണ്. അയ്യപ്പൻ ദർശനം എന്ന് പറയുന്നത് നാനാജാതി മതസ്ഥർക്കും ദർശനം കിട്ടും. താഴെ ഇരിക്കുന്ന വാവരാണ്, അല്ലെങ്കിൽ പറഞ്ഞ എല്ലാവർക്കും പോകാൻ പറ്റുന്ന ഇടമാണ് എന്ന് പറഞ്ഞ പോലെയാണ് ശ്രീ അയ്യപ്പനാണ് പേരെങ്കിലും എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റുന്ന കുടുംബ പ്രേക്ഷകരെ തൃപ്തിപ്പെടുന്ന തരത്തിലുള്ള സിനിമയാണ് ശ്രീ അയ്യപ്പൻ. അപ്പോൾ അതിൽ നായകനായിട്ട് അഭിനയിക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അതങ്ങനെ എങ്ങനെയോ സംഭവിച്ചു. ഒരുപാട് നാളത്തെ കഷ്ടപ്പെടും. കാരണം സത്യം കൊതിയായിരുന്നു എന്തെങ്കിലും ഒരു ദിവസം നമ്മളൊരു സിനിമ വരണമെന്നുള്ളത് നമ്മുടെ ആഗ്രഹമായിരുന്നു. അത്യാഗ്രഹം എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. പക്ഷെ അതിപ്പോൾ സാക്ഷാത്കരിച്ചു. ഈ ജീവിതത്തിൽ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. കാരണം ഞാനെപ്പോഴും വളരെ തൃപ്തനായ ഒരാളാണ്. പക്ഷെ അറിയാതെ എങ്ങനെയോ ഈ കഥാപാത്രത്തിലേക്ക് വന്നു, ഈ സിനിമയിലേക്ക് വന്നു. ആ സിനിമയുടെ ഭാഗമായി ഞാൻ മാറി, അതിന് എൻ്റെ നായകനായി മാറി. ഇപ്പോൾ സിനിമ ഇന്ന് റിലീസായി. 25 വർഷമായിട്ട് ഈ ഒരു ഇൻഡസ്ട്രിയിലുണ്ട്. ഇപ്പോൾ നായകനായിട്ട് സാറിന് ചാൻസ് കിട്ടിയത് ഇപ്പോഴാണ്. അപ്പോൾ ഈ ഇൻഡസ്ട്രിയിലേക്ക് നമ്മൾ ഒരു ചെറിയ വേഷത്തിൽ നിന്ന് ഇത്രയും വളർന്നു വരാനായിട്ട് അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? അല്ല, അതായത് കഴിഞ്ഞ 25 വർഷമായിട്ട് ഞാൻ ചെയ്യുന്ന മേഖലകളിൽ ഞാൻ നായകനായിരുന്നു. അല്ല, തമിഴിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും നായക കഥാപാത്രം തന്നെയാണ് ചേർന്നത്. പക്ഷേ സിനിമയിലേക്ക് വരുമ്പോൾ എപ്പോഴും നമുക്ക് സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സും ഞാൻ ചെയ്തത് നമ്മുടെ ഈ ഉണ്ണിമൂന്നിൻ്റെ സിനിമയായിരുന്നു. ഈ പറഞ്ഞ ഷഫീഖിൻ്റെ സന്തോഷം. അതിനു മുമ്പ് ചെയ്തത് ശ്രീജിത്ത് പല്ലിൻ്റെ രാഷ്ട്രീയത്തെ ഒരു സിനിമ ഉണ്ടായിരുന്നു, മണിച്ചേട്ടൻ നായകനായിട്ട് അഭിനയിച്ച സിനിമ, പ്രിയപ്പെട്ടതാണ്. അതിനകത്ത് മെയിൻ വില്ലനായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ വരാറുണ്ടായിരുന്നു ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ. പക്ഷേ ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇടയ്ക്ക് കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു പല സിനിമ കണ്ടിരുന്നപ്പോൾ. സിനിമ കൊള്ളാമെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് അഭിമാനം തോന്നി, സന്തോഷമുണ്ട്. ഇപ്പോൾ മലയാള സിനിമ മാറുന്ന കാലഘട്ടത്തിലൂടെയാണ് കടന്നത്. അതുകൊണ്ടാണോ ഈ ഒരു സിനിമ പലവർക്കും ഇപ്പോൾ ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ചു വന്നവർക്ക് രണ്ടും എളുപ്പമാണ്? ഇപ്പോൾ സിനിമയെ നടൻ എന്നത് കുറച്ചുകൂടി എളുപ്പമാണ്. നിങ്ങളുടെ കാലഘട്ടത്തിൽ ഇപ്പോൾ വരുന്ന അപ്കമിങ് ആക്ടേഴ്സ്